50 ലക്ഷം രൂപയാണ് അത്ര ഒരു ടിക്കറ്റിന് മെസ്സിൻ്റെ കളി കാണാൻ. 50 ലക്ഷം രൂപ. ഒരു വീടും പറമ്പും പിന്നെ ഏതെങ്കിലും തെങ്ങുംതോപ്പിലൊരു ഒരു 10-20 സെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണ അത്രക്ക് പൈസയാണ് ഒരു ടിക്കറ്റിന്. 1-1.5 മണിക്കൂർ കളി കാണാൻ. നിങ്ങൾ ബേജാറാകണ്ട. 3 ആളൊക്കെ പോകുമ്പോഴത്തേന് 1.5 കോടി എടുക്കേണ്ടിയിരുന്നു. ബേജാറാകണ്ട. ഓഫറുണ്ട്. 3 ആൾ പോകുമ്പോൾ 1 കോടി റുപ്യ എടുത്താൽ മതി. ഒരാൾക്ക് ലാഭമാണ്. അങ്ങനെ പൊളിയല്ലേ? ആരും വാങ്ങൂല ടിക്കറ്റ് എന്നാണോ? ആ ടിക്കറ്റ് എന്നാണോ പുറത്തിറക്കണത് മിക്കവാറും അന്ന് തന്നെ അത് വിറ്റ് തീരും. ഇതാണ് മനുഷ്യൻ. 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരന് വെറുതെ സ്വപ്നം കാണാൻ പോലും കഴിയില്ല ആ സാധനം. ഇതുവരെ അവൻ്റെ ജീവിതത്തിൽ ഒന്നിച്ച് 50 ലക്ഷം കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. ഒരു ടിക്കറ്റിൻ്റെ പൈസയാണ് ഞാൻ പറയണത്. അപ്പം എന്താ ടിക്കറ്റിന് ഇത്ര പോരിഷാന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ ചങ്ങാതി നടന്ന് വരുന്നതിൻ്റെ ഏകദേശം അടുത്താണത്രത്. നല്ല ബർക്കത്തുണ്ടാവില്ല. അപ്പോൾ ടിക്കറ്റിന് 50 ലക്ഷം വേണ്ടായി. അങ്ങനെ പോണീൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാമല്ലോ. ഓനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. ഓനെ തൊടാനും പറ്റില്ല. ഓൻ്റെ അടുത്തേക്ക് പോകാനും പറ്റില്ല. പിന്നെ ഓങ്ങനെ കൂട്ടുകൂടി പോകുമ്പോൾ എങ്ങനെ വേഗം ഫോട്ടോ എടുത്താൽ 50 ലക്ഷം മുതലായി. ഈ പോഴത്തത്തിൻ്റെ പിന്നാലെ നടക്കാൻ ഈ സൊസൈറ്റി തയ്യാറാകുമ്പോൾ തട്ടം വിവാദങ്ങൾ ഉണ്ടായാലും ഏത് വിവാദം ഉണ്ടെങ്കിലും എത്ര നീതി നമ്മുടെ പക്ഷത്താണെങ്കിലും എത്ര സത്യസന്ധമാണ് നമ്മുടെ നിലപാടെങ്കിലും എല്ലാവരും കൂടി ചേർന്നിട്ട് ആക്രമിച്ച് ഒതുക്കിക്കളയും. പിന്നെയും നമ്മൾ ഭീകരവാദികളാവും. നമ്മുടെ നേതാക്കളെല്ലാവരും ഞങ്ങൾ ജനാധിപത്യവാദികളാണ് എന്ന് ഒന്നിച്ച് സംയുക്ത പ്രഖ്യാപനം വരുത്തേണ്ടി വരും. ഇപ്പോഴും നമ്മൾ ഇത് കാണാൻ പോവാണല്ലോ. 50 ലക്ഷം കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് മറ്റേ ചങ്ങാതിനെ കാണാൻ പോവാണല്ലോ. ലോകം മുഴുവനും പാവപ്പെട്ട ഫലസ്തീനികൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ ഭീകരനാകുന്ന നെതന്യാഹുവിനെയും മഹാഭീകരനും കൊടുംഭീകരനാവുന്ന ട്രംപിനെയും സംരക്ഷിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത 12 രാജ്യങ്ങളിൽ 4ാമതായി വോട്ട് ചെയ്യുന്നത് ഈ അർജന്റീനയാണ്. അറിയാമോ നമുക്ക്? ഈ അർജന്റീനയാണ്. സ്പെയിന് മുതൽ ഫ്രാൻസ് വരെ ഈ ഫലസ്തീനിനെ അനുകൂലിച്ചു. അത്രമേൽ മാരകമായ കൊലകൾ അവിടെ നടന്നത്. പാവപ്പെട്ട മക്കൾ എത്രയെ കൊന്നു നശിപ്പിക്കപ്പെട്ടത്. എത്ര ഉമ്മമാരാണ് നശിപ്പിക്കപ്പെട്ടത്. ആ മനോഹരമായിരുന്ന നാട് വെറും കോൺക്രീറ്റ് കൂനകളുടെ നാടായി മാറി. ഇതിനെതിരെ ലോകം മൊത്തം ശബ്ദിച്ചു. വലിയ വലിയ കപ്പലിലേറിയിട്ട് പലസ്തീനിലേക്ക് പലരും യാത്ര വന്നു. എല്ലാ രാജ്യങ്ങളും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് സംസാരിച്ചു. ആ സമയത്ത് 10-11 രാജ്യങ്ങൾ മാത്രം ഭീകരന്മാരാകുന്ന കൊടുങ്കള്ളന്മാരാകുന്ന ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തതിൽ മുന്നിൽ നിന്നിരുന്നു ഈ നീലാവെള്ള നാട്ടുകാർ. നമുക്ക് ലോകകപ്പ് വരട്ടെ, നമുക്ക് അങ്ങാടി മൊത്തം അർജന്റീന കൊടി കൊണ്ട് അലങ്കരിക്കണം. നമ്മുടെ പള്ളിയുടെ ചുമരിൽ പോലും നമുക്കത് ഒട്ടിക്കാൻ പറ്റുമോ നോക്കണം. ഉസ്താദും കമ്മിറ്റിയും ചൂടാണെങ്കിൽ അവിടെ കൂടെ ഒട്ടിച്ചു വെക്കണം. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധം ഈ ചങ്ങാതിയുടെ മൊത്തം ടാറ്റു കുത്തിയ കയ്യും കാലും കൊണ്ട് നമ്മുടെ നാട് മലിനമാകണം. എന്നാലും നമുക്ക് ബോധം വരരുത്. 50 ലക്ഷം അല്ല, 1 കോടി ആയാലും ടിക്കറ്റ് എടുക്കണം. നമ്മുടെ നാട്ടിൽ വന്നിട്ടൊന്ന് കണ്ടിട്ട് പിന്നെ നമ്മളെന്തിനു പറ്റുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കണം. എന്നിട്ട് നമ്മുടെ ഗോപിനാഥ് മുതുക്കാട് എഴുതിയതുപോലെ നമ്മുടെ പ്രാർത്ഥനയിൽ പോലും ഫുട്ബോൾ കൊണ്ട് നിറക്കണം. നാണുണ്ടോ നമുക്ക്? മാനുണ്ടോ? ഫുട്ബോൾ ഒരു ഫിസിക്കൽ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കളിച്ചോളൂ. അവരത്തൊക്കെ മറച്ചിട്ട് അത്യാവശ്യം നിങ്ങളുള്ള മുട്ടൊക്കെ മറയുന്ന ട്രൗസറൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ അതിന് പറ്റുന്ന സ്പോർട്സ് ഫാൻസൊക്കെ ഇട്ടിട്ട് കളിച്ചോളൂ. ഞാൻ അതിനൊന്നും എതിർക്കുകയല്ല. ഒരു ഫിസിക്കൽ ട്രെയിനിങ് എന്ന രീതിയിൽ. അതിനപ്പുറത്തേക്ക് അതൊരു മതമായി വികസിച്ചാൽ, അത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി മാറിയാൽ, അതിനുവേണ്ടി തറവാട് പണയപ്പെടുത്തിയാലും ടിക്കറ്റ് എടുക്കുമെന്ന് വാശി പിടിച്ചാൽ അതൊരു വലിയ രോഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതിനുവേണ്ടി മാത്രം ജീവിക്കുക. എനിക്കൊക്കെ ഉള്ളൊരു അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, കോഴിക്കോട് കോംപ്ലക്സ് പള്ളിയിൽ നിന്നൊരിക്കൽ ഏതാനും 2 വർഷം മുന്നത്തെ ലോകകപ്പിൻ്റെ അന്ന് നിസ്കരിച്ചിറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് ദ്വാരക്കാൻ പറഞ്ഞു. ഉമ്മ എങ്ങാണ്ട് വെന്റിലേറ്ററിലാന്ന് കരുതി. ഞാൻ നിറച്ച ആശുപത്രികളാണ്. എന്നോട് പറഞ്ഞെന്താ അറിയോ, ഇന്ന് ബ്രസീലിൻ്റെ ജർമ്മനീൻ്റെ കളിയാണ്, ബ്രസീൽ ജയിക്കാൻ ദ്വാരക്കണം എന്നാണ്. ഒരു മൂലയർ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സുബൈക്ക് എന്നെ ഓടി വന്ന് കതച്ച ആവശ്യപ്പെട്ടതാണ്. അപ്പോഴാണ് ഇപ്പം ഗോപിനാഥ് മുതുക്കാട് എഴുതിയത് ശരിയാണെന്ന് എനിക്ക് തോന്നിയത്. അതുവരെ അയാൾ തള്ളിയതാണെന്നായിരുന്നു ഞാൻ വിചാരിച്ചു.
വെറുതെ പറയാൻ തോന്നി, ഇന്ന് 5 ഗോളിന് എൻ്റെ ബ്രസീൽ തോൽക്കുന്നു. അങ്ങനെ ചിരിച്ചു പൊത്തിയിട്ട് വല്ല കഥയും അറിയോ? അതിലെ കുറേ പോരിശാക്കപ്പെട്ടവരെ പേരൊക്കെ പറഞ്ഞെന്ന്. ഓലൊക്കെ ഉണ്ടാകുമ്പോൾ തോൽക്കേ. ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാൽ 5 ഗോളിന് തോൽക്കും. കുറച്ച് മയായിക്കൂടെ എന്ന് ഓനല്ലോ തോന്നിയിട്ടുണ്ടാവും. അന്നാണ് 7-1 അവർ തോറ്റത്. ഞാൻ പറഞ്ഞുകൊണ്ടാണെന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല. അന്നാണ് 7-1 അവർ തോറ്റത്. 20 മിനിറ്റ് 1.5 മണിക്കൂർ പോലെ അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും 3 മുട്ട കിട്ടുമായിരുന്നു. അന്ന് തന്നെയാണ് നമ്മുടെ ജില്ലയിലെ ഒരു ഉസ്താദ്, നിങ്ങൾ കളിൻ്റെ ആളുകളൊക്കെ ആയിക്കോളി കുഴപ്പമില്ല, പക്ഷെ ദീനേക്കാൾ അതിന് പ്രാധാന്യം കൊടുക്കരുത് എന്നും പറഞ്ഞ് പ്രസംഗിച്ചത്. ഈ കാണുന്ന ഓരോരുത്തരെയും നമ്മൾ അനുകരിക്കരുത് എന്ന് പ്രസംഗിച്ചത്. പള്ളിയിൽ നിന്ന് തിരിഞ്ഞ് 3 മണിയായപ്പോഴേക്ക് പള്ളിൻ്റെ മുമ്പിൽ വലിയ ബാനർ വന്നു, ഉസ്താദ് എന്ത് പറഞ്ഞാലും കപ്പ് ബ്രസീലിനെന്ന്. അന്നാണ് 7-1 തോറ്റത്. ഞാൻ പറയണത് ഒരു കളി എന്നുള്ള നിലക്ക് അതിനെ ആക്രമിക്കാനല്ല. എല്ലാവരും കൂടെ കൂടിയിട്ട് ഇനി ഈ കഷ്ണം മുറിച്ചിട്ട് ഏറെ കയറ്റും വേണ്ട. ഏറെ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പാകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ വല്ല തിരുത്തും നടത്തേണ്ടി വരുമ്പോൾ അതങ്ങോട്ട് ചെയ്യുമ്പോൾ ഏറെ കയറ്റുകയാണേലേ എർത്ത് ദുഃഖമാണുണ്ണി ഏറെല്ലേ സുഖപ്രദം എന്ന് പാടേണ്ടി വരും നമ്മൾ. എന്താ ദീന് പറയാൻ പറ്റൂലേ? ദീന് പറയുമ്പോഴത്തേനാകെ പ്രശ്നമാവേ. പെൺകുട്ടി യൂണിഫോമിന് വിരുദ്ധമല്ല തട്ടിടുമ്പോൾ എന്ന് പറയുമ്പോഴേക്ക് ജനാധിപത്യ വിരുദ്ധമാവേ. ആർക്കും എന്തും ചെയ്യാമെന്നോ? അങ്ങനെ എല്ലാം സഹിക്കാനും ഞങ്ങൾ ജനാധിപത്യവാദികളാണെന്ന് ഇടക്കിടക്ക് തെളിയിക്കാനും അങ്ങനെ ജനാധിപത്യത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാവരും വാങ്ങിയിട്ട് ഇങ്ങനെ അട്ടിട്ട് വെക്കാനും ഒരു സമുദായത്തിന് മാത്രം നിർബന്ധം വരും. നമ്മുടെ ജീലാനി ഷെയ്ഖിൽ നിന്ന് അകലുന്നതുകൊണ്ടായി പ്രശ്നം വരുന്നത്. നമ്മളത് മനസ്സിലാക്കാതെ വയ്യ. ജീലാനി ഷെയ്ഖിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അകലുന്നു എന്ന് വെച്ചാൽ ആത്മീയതയുടെ മാർഗത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നു. മണിക്കൂറുകൾ മഗ്രിബി ഖളാക്കി പന്ത് കളി കണ്ടാലും മഗ്രിബിൻ്റെ ശേഷം 2 സുന്നത്ത് കയറിക്കാൻ നമുക്ക് സമയം കിട്ടാതെ വരുന്നു. അത് വെറുതെ അറിയണതല്ല. ഏതോ ഒരു കേരളത്തിൽ നടന്ന ഒരു ജില്ലാ തലത്തിലുള്ള ഒരു പന്ത് കളിയുടെ, ജില്ലാതലമല്ല സ്റ്റേറ്റ് തലത്തിൽ ജില്ലകൾ ഏറ്റുമുട്ടിയ ഒരു കളി നമ്മുടെ കോട്ടപ്പടി ഗ്രൗണ്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു ഏതാനും വർഷം മുമ്പ്. ഒരു 6:30 കണ്ടാണ് അതിന് കിക്ക് ഓഫ്, അതിൻ്റെ ഈ തുടക്കം. അന്നൊരു 6:40 6:35 ബാങ്ക് കൊടുക്കൽ, മഗ്രിബ് ബാങ്ക് കൊടുക്കൽ. 20,000 ആളുകൾക്കാണ് ഇത്ര സ്റ്റേഡിയത്തിൽ കൊള്ളാൻ പറ്റുക. പക്ഷെ മലപ്പുറത്തിൻ്റെ ഫൈനൽ കളി ആയതുകൊണ്ട് പ്രേമികൾ കൊണ്ട് ഒഴുകിയിട്ട് ഈ പന്തളിക്കാർ ഓടുന്നിടത്തൊരു വരടും, ആ വരെയും കാണികളായിരുന്നു എന്നാണ് പറഞ്ഞത്. 10-25,000 ആളുകൾ. ആ കളി കൊണ്ട് തീരുമാനമായില്ലേ. പിന്നെ എത്രയോ മിനിറ്റ് അവർക്ക് സ്പെഷ്യൽ കളിക്കാൻ സമ്മതം കൊടുത്തു, അതിലും ആരും ജയിച്ചില്ല. പിന്നെ വേറെന്തോന്ന് കൊടുത്തു, അതിലും ജയിച്ചില്ല. പിന്നെ അവസാനം എങ്ങനെയോ ഒരു ഗോൾ അടിച്ചിട്ടാണ് മലപ്പുറത്തേക്ക് കപ്പ് കിട്ടിയത്. അപ്പോഴേക്ക് എത്ര ആയി എന്നറിയാം? 8-8.5 ആയി. 25,000 പേരിൽ ഏറ്റവും ചുരുങ്ങിയത് 22,000 ആളെങ്കിലും മുസ്ലിങ്ങളായിരിക്കും. നിറയെ പള്ളിയുള്ള മലപ്പുറം ടൗണിൽ 10-22,000 ആളുകൾ മഗ്രിബി ഖളാ ആക്കുന്ന സങ്കടത്തെ നമുക്കൊന്ന് പറയേണ്ടതില്ലേ? പറയണ്ടേ? നിങ്ങൾ ആലോചിച്ചു. 10-22,000 ആളുകൾ പച്ചക്ക് മഗ്രിബി ഖളാക്കുക. ഈ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് നമ്മുടെ പള്ളി, തൊട്ടപ്പുറത്ത് ഒരു റോഡിൻ്റെ വ്യത്യാസം. അതിൻ്റെ തൊട്ടുപ്പുറത്ത് ഖലീൽ തങ്ങൾ പാപ്പ ഉണ്ടാക്കിയപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലുള്ള മനോഹരമായ പള്ളിയുണ്ട്. കുറച്ച് അപ്പുറത്ത് പോയൊക്കെ വേറെ പള്ളിയുണ്ട്. അവിടുന്ന് ആ പാടത്ത് പോണ റൂട്ടിൽ ഖലീൽ തങ്ങൾ പാപ്പയൊക്കെ ഉണ്ടാക്കിയ 2-3 നിലയുള്ള 2 പള്ളികളുണ്ട്. ഇത്രമേൽ പള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന ആ ടൗണിൽ 22,000 മുഅ്മിനീങ്ങൾ ഒരൊറ്റ സമയത്ത് മഗ്രിബി ഖളാക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ പന്തളി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ പന്തളിയോട് പോയി പണി നോക്കാൻ പറയേണ്ടി വരും. അപ്പോഴേക്ക് നമ്മളൊരു 6-ാം നൂറ്റാണ്ടുകാരാവോ? 6-ാം നൂറ്റാണ്ടിന് ഒരു കുഴപ്പമില്ല അങ്ങനെയെങ്കിൽ എന്ന് നമ്മൾ പറയേണ്ടി വരും. ഞാൻ പറയണത് മറ്റുള്ള ആളുകളുടെ സമ്മർദ്ദത്തിന് നമ്മൾ വഴങ്ങരുത് എന്നാണ്. ആരെയും ഉപദ്രവിക്കാനല്ല, ആരെയും വിദ്വേഷം വെക്കാനല്ല, എല്ലാവരോടും അർഹമായ സൗഹൃദം നമ്മൾ വെച്ച് പുലർത്തണം. ഷെയ്ഖ് ജീലാനി തങ്ങളുടെയും റിഫായി തങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എത്രയെത്ര മുസ്ലിങ്ങളെയാണ് അവർ പരിചരിക്കുന്നത്, സഹായം ചെയ്യണത്. കള്ളന് പോലും ഗോതമ്പ് പിടി കൊടുക്കുന്ന റിഫായി തങ്ങളെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റുന്നുണ്ട്. തൊലിക്കാത്ത ഗോതമ്പ് കെട്ടിയിട്ട് തലയിൽ എടുത്തു വെക്കാൻ ശ്രമിക്കുന്ന കള്ളനെ കണ്ടിട്ടാണ് റിഫായി തങ്ങൾ വീട്ടിലേക്ക് ചെല്ലണത്. മൂപ്പരാള് അതിങ്ങനെ പൊക്കിക്കൊടുക്കാൻ തീരുമാനിച്ചു.
അപ്പോഴേ മൂപ്പർക്ക് തോന്നണത് അത് അവിടെ ഇടാൻ പറഞ്ഞു, ആ ചാക്കുമായിട്ട് അകത്തേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ പൊടിച്ചു വെച്ച ഗോതമ്പുണ്ട്, അത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. കാരണം ഇത് തൊലി കളഞ്ഞ് കുത്തി പൊടിച്ചാവുമ്പോഴേക്ക് കുറേ ബുദ്ധിമുട്ടാകുമെന്നും പറഞ്ഞിട്ട്. കള്ളൻ്റെ കയ്യിൽ പൊന്നു കൊടുത്തോവർ മൊയ്തീൻ ഷേഖ് തങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കള്ളൻ്റെ തലയിലേക്ക് ഒരു ചാക്ക് നിറച്ച് ഗോതമ്പ് പൊടി ഏറ്റിക്കൊടുത്തോവർ റിഫായി ഷേഖിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കള്ളന് തലയ്ക്ക് ഗോതമ്പ് പൊടി മൊത്തം പിടിച്ചു കൊടുത്തിട്ടേ അവനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവിടെ നിൽക്കിയെന്ന് പറയാണ് ഷേഖ് റിഫായി തങ്ങൾ. എൻ്റെ വീട്ടിൽ നിന്ന് നട്ടപ്പാതിരക്ക് വലിയ ചാക്ക് ബാണ്ഡോയിട്ട് ഇങ്ങനെ പോണ കണ്ടാൽ ചിലപ്പോൾ ആളുകൾ നിന്നെ ആക്രമിച്ചേക്കും, അതുകൊണ്ട് ഞാൻ കൂടെ പോരാന്ന് പറയുന്നുണ്ട്. അതിർത്തി കഴിയുവോളം കള്ളന് കാവൽ നിന്നു റിഫായി ഷേഖ് തങ്ങൾ. ഈ സൗഹൃദം മുസ്ലിമിന് അവകാശപ്പെട്ടതാണ്. പിറ്റേന്നായപ്പോൾ ജൂതനാകുന്ന കള്ളനും കുടുംബം ഒന്നിച്ചു വന്നു. റിഫായി ഷെയ്ഖിനെ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നമുക്ക് സൗഹൃദം ആവേണ്ടവരോടൊക്കെ ആവാം. പക്ഷെ സാംസ്കാരികമായി അധിനിവേശം നടത്താൻ ഏത് രീതിയിൽ ശ്രമം നടത്തിയാലും നമുക്കത് തിരിച്ചറിയണം. നിസ്കാരം മുടക്കിയിട്ട് ഒരു ഫുട്ബോളും പാടില്ല. പഠനം മുടക്കിയിട്ട് നമുക്ക് ഒരു മൊബൈലും ഒരു വാട്സാപ്പും ഒരു ട്വിറ്ററും ഒരു ഇൻസ്റ്റയും പറ്റൂല. ഇൻസ്റ്റ എന്ന് പറയുന്ന സാധനമൊക്കെ എന്ത് വൃത്തികെട്ടതാണ് നമ്മൾ ആലോചിക്കുക. എന്നെ കേൾക്കുന്ന സഹോദരിമാരുടെ മൊബൈലൊക്കെ ആ സാധനം അബദ്ധത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത് ഡിലീറ്റ് ചെയ്യുക. ഒരു ഗുണമില്ല, നഷ്ടം മാത്രം. ബാംഗ്ലൂരിലെ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ കേരളക്കാർ 6 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു എന്നാണ് പറയുന്നത്. ഡെയിലി 24 മണിക്കൂറിൽ ഒരു ശരാശരി 4 മണിക്കൂർ നമ്മൾ പിടിക്കുക. 4 മണിക്കൂർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മിച്ചം വെക്കാൻ പിന്നെ എന്തുണ്ടാകും എന്ന് ആലോചിച്ച് നോക്കുക. ആഖിറത്തിന്റെ കാര്യം മാത്രമല്ല, നല്ലൊരു ബിസിനസ്സുകാരൻ 4 മണിക്കൂർ മൊബൈൽ കളഞ്ഞാൽ അവൻ്റെ ബിസിനസ് എന്താവും? നല്ലൊരു കർഷകൻ, നല്ലൊരു കച്ചവടക്കാരൻ 4 മണിക്കൂർ ഇതിമ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കച്ചവടത്തിന് എന്ത് പുരോഗതി വരും? ഭാര്യയോടൊപ്പം സല്ലപിക്കേണ്ട സമയത്ത് പോലും അവൾ അവളുടെ മൊബൈലിലും ഭർത്താവ് അവൻ്റെ മൊബൈലിലും. വയതിന് കാളം കിട്ടിയ മാതിരി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടക്കുകയാണ്. എന്തിന്? മെസ്സേജ് വിടാൻ, ചാറ്റ് ചെയ്യാൻ. ഇപ്പുറത്ത് സ്വന്തം ഭർത്താവുണ്ട്, തൊട്ടടുത്ത് ചേർന്ന് ഭാര്യയുണ്ട്, അതല്ല പ്രധാനം. പിന്നെ ആരോടോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ കുടുംബം നശിക്കുന്നു, സമൂഹം നശിക്കുന്നു, നമ്മുടെ ആരോഗ്യം നശിക്കുന്നു, സമ്പത്ത് നശിക്കുന്നു, ബിസിനസ്സും വ്യവഹാരങ്ങളും സംരംഭങ്ങളും നശിച്ചു പോകുന്നു. ഇതാണോ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ഒരു ലക്ഷ്യം? ഇങ്ങനെ തീരാനാണോ? ആഖിറത്തിന്റെ കാര്യം വേറെ, ആഖിറത്തിന്റെ കാര്യം വേറെ. അതെല്ലാം സമയമില്ല. ഹിസ്ബുൻ നസ്ർ എല്ലാം യാതൊരു സമയമില്ല. ദലായിൽ ഖൈറാത്ത് ചെല്ലാൻ 50 വയസ്സായിട്ടും നമുക്ക് പറ്റണില്ല. നിസ്കാരാനന്തരം മുഅക്കദായ സുന്നത്തുകൾ പോലും നിർവഹിക്കാൻ നമുക്ക് നേരം കിട്ടണില്ല. എന്നിട്ട് നമ്മൾ പറയാണ് സ്വർഗം വേണം, പടച്ചോനെ എന്നെ നീ അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം എന്ന്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ആദർശം എന്താണെന്ന് നമ്മൾ പിന്നെയും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക. മഹാനുഭാവൻ്റെ കുറേ ഉപദേശങ്ങളുണ്ട്. നിന്റെ ദുന്യാവിനെ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് കരങ്ങളിലേക്ക് മാറ്റുക എന്ന് മഹാനുഭാവൻ ഉപദേശിക്കുന്നുണ്ട്. ദുന്യാവേന്ന് കരുതി ജീവിക്കാതിരിക്കാനാണ് ആ പറയുന്നത്. അത് കരങ്ങളിലേക്ക് മാറണം. ദുന്യാവ് അത്ര മോശമൊന്നുമല്ല. ദുന്യാവില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റൂല. പക്ഷേ ഈ ദുന്യാവിനെ അഖ്രിജുദ്ദുന്യാ മിൻ ഖുലൂബിക്കും ഇലാ അയ്ദീക്കും, ദുന്യാവിനെ നിങ്ങളുടെ കരങ്ങളിലേക്ക് മാറ്റണം. എന്ന് വെച്ചാൽ ജോലി ചെയ്യണം, അധ്വാനിക്കണം, പറ്റുന്നത്ര സമ്പത്ത് സ്വരൂപൂട്ടണം, ഭാര്യക്കും മക്കൾക്കും നിലവാരമുള്ള ജീവിതം കൊടുക്കണം, സുരക്ഷിതമായ വീട് വേണം, സഞ്ചരിക്കാൻ വാഹനം വേണം, അതിന് ദുന്യാവ് വേണം. അത് കരങ്ങളിലാവണം. ഖൽബ് ഫുള്ള് ദുന്യാവരുത്. ദുന്യാവേന്ന് കരുതി ജീവിക്കരുത്. സ്വന്തം മക്കളോടൊന്നും സംസാരിച്ചിരിക്കാൻ പറ്റാത്ത വിധം ബിസിനസ് നമ്മളെ ലോക്ക് ചെയ്യരുത്. സ്വന്തം മക്കളോടൊന്ന് ഇത്തിരി നേരം സംസാരിച്ചിരിക്കാൻ പറ്റാത്ത വിധം ഭാര്യയെ കാത്തിരിക്കണ ഭാര്യൻ്റെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. 2 ഫോണും ഒരു ലാപ്ടോപ്പൊക്കെ ആയിട്ട്. ഒരു ഫോൺ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞ് മറ്റേ നമ്മൾ സംസാരിക്കുകയാണ്. എന്നിട്ട് ലാപ്ടോപ്പ് തുറക്കുകയാണ്. എന്നിട്ട് അന്നത്തെ വില പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴേക്കും മറ്റേ കോള് വരികയാണ്. ഇതല്ല ഭാര്യ പ്രതീക്ഷിച്ചിരിക്കണത്. രാവിലെ മുതൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അവൾ. നമ്മുടെ കുറേ സന്തോഷങ്ങളും ആനന്ദങ്ങളും നമ്മുടെ കൂട്ടുകാരോടൊപ്പം പോകുന്നു. പുറത്തുകൂടി നടക്കുമ്പോൾ തീരുന്നു. സ്റ്റുഡൻസിനോടൊപ്പം അവസാനിക്കുന്നു. നമ്മൾ പലതും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പെണ്ണ് നമ്മളെ മാത്രം കാത്തിരിക്കുന്നു. അല്ലെങ്കിൽ ഓളോടും പറയണം, ഒരു 4-5 പുരുഷന്മാരായിട്ട് നീയും ചാറ്റ് ചെയ്തോന്ന്. 4-5 പുരുഷന്മാരെ നീയും കണ്ടുപിടിച്ചോ, ഞാൻ വരുവോളെ ഈ ഓലപ്പം കൂടിക്കോ എന്ന് പറയണം. ഇങ്ങനെ ആവരുത്. ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയാണ്, അഖ്രിജുദ്ദുന്യാ മിൻ ഖുലൂബിക്കും ഇലാ അയ്ദീക്കും. മഹാനുഭാവൻ ഒന്നും കൂടി പറയുന്നുണ്ട്, കൂനു ബവ്വാബീന അലാ ബാബി ഖുലൂബിക്കും.
നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലിൻ്റെ അവിടെ നിങ്ങൾ കാവൽക്കാരാവണം. വഅദ്ഖിലുമായ ഉംറുക്കുമുല്ലാഹു ബിഇദ്ഖാലി, അള്ളാഹു പ്രവേശിപ്പിക്കാൻ പറഞ്ഞതിനെ മാത്രം ഹൃദയത്തിലേക്ക് കടത്തണം. പ്രണയം കയറരുത്, മദ്യം കയറരുത്, മയക്കുമരുന്നിനോടുള്ള അഭിവാഞ്ച കയറരുത്, സിനിമ കണ്ടുകൊണ്ടിരിക്കണമെന്ന മോഹം വരരുത്. ഏത് കൂത്തച്ചി, ഏത് ഫാത്തിമ, ഏത് വൃത്തികെട്ടവള്, ഏത് വേശ്യ പേരിൽ വന്നാലും കാണാൻ പോകരുത്. ആന്ന് ഫാത്തിമ സിനിമൻ്റെ പേര് വരും. എന്നിട്ട് മുത്തറസൂലിൻ്റെ പൊന്നാരപ്പൂവായ മോളെ പേരിട്ടിട്ട് ഇങ്ങനെ പ്രണയം പാട്ടാട്, കൽബിനുള്ളിൽ ഫാത്തിമയാണ് എന്നും പറഞ്ഞിട്ട്. ഏത് രീതിയിൽ നമ്മളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചാലും നീ അങ്ങോട്ട് പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അവറ്റങ്ങളെ ഒന്നിനെയും നീ പ്രവേശിപ്പിക്കരുത്. വദ്ഖുലൂ മാ യഅ്മുറുക്കുമുല്ലാഹു ബിഇദ്ഖാലിഹി വഅഖ്റിജൂ മാ യഅ്മുറുക്കുമുല്ലാഹു ബിഇഖ്റാജി. അല്ലാഹു പുറത്താക്കാൻ പറഞ്ഞത് മൊത്തം ഹൃദയത്തിൽ നിന്ന് നീ ദൂരേക്ക് വലിച്ചെറിയണം. അനാവശ്യമായ ആർത്തികൾ, അനാവശ്യമായ മോഹങ്ങൾ, വേണ്ടാത്ത തീരുമാനങ്ങൾ, ഒരാളെ കിഡ്നാപ്പ് ചെയ്യണം എന്നുള്ള മോഹം, ഒരുത്തൻ്റെ കച്ചവടം വഞ്ചിക്കണം എന്നുള്ള മോഹം, ആരെങ്കിലും പറ്റിച്ചിട്ട് കുറച്ച് പണം ഉണ്ടാക്കണം എന്നുള്ള മോഹം, അള്ളാഹു സമ്മതിക്കാത്തതൊന്നും നിന്റെ ഹൃദയത്തിൽ നീ നിർത്തരുത്. വലാ തുഖ്ലുൽ ഹവാ ഖുലൂബക്കും വതഹ്ലികൂ. നിന്റെ ഹൃദയത്തിനെ മോഹങ്ങൾക്കും വിചാരങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി നീ ഒഴിച്ചിടരുത്. അങ്ങനെ ഒഴിച്ചിട്ടാൽ അത് നിങ്ങളുടെ ഹൃദയത്തെ നശിപ്പിച്ചു കളയും. പാവങ്ങളെ സ്നേഹിക്കാൻ പറഞ്ഞു, സഹായിക്കാൻ പറഞ്ഞു. മാനുഭാവം പറയാം, ഫശസ്തുല്ലാമാല കുല്ലഹ, ഞാൻ ഈ സുന്നത്തായ കർമ്മങ്ങൾ മൊത്തം ഒന്ന് പരിശോധിച്ചു. ഫമാ വജത്തു ഫീഹാ അഫ്ളല മിൻ തുആമി തആം, പാവങ്ങൾക്ക് അന്നം കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നും ഞാൻ അതിൽ കണ്ടെത്തിയില്ല. അവദ്ദുലു അന്ന ദുന്യാ ബിയദി, ഈ ദുന്യാവ് മൊത്തം എൻ്റെ കീഴിലാവാൻ ഞാൻ ആഗ്രഹിക്കുക. എന്നിട്ടോ ഫത്മഹുൽ ജിയാ, അത് മൊത്തം പാവപ്പെട്ട വിശപ്പുള്ളവർക്ക് ദാനം ചെയ്യാൻ ഞാൻ മോഹിക്കുകയാണ്. ദുന്യാവ് മൊത്തം എൻ്റെ കീഴിലാവണം, എന്നിട്ട് അത് മൊത്തം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം. മഹാനുഭാവൻ പിന്നെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ മനുഷ്യരുടെ പുകഴ്ത്തൽ ആഗ്രഹിച്ച് ജീവിക്കരുത്, പുകഴ്ത്തും അങ്ങനെ കയറരുത്. ഞങ്ങളെ ഷെയ്ഖാണ് കുത്തുബുസ്സമാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ എന്നിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത്. ഞങ്ങളെ ഷെയ്ഖാണ് വക്തിൻ്റെ വക്തിൻ്റെ ഷെയ്ഖ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തിരക്കടില്ലാന്ന് ഇങ്ങനെ കരുതാൻ നിൽക്കരുത്. ജനങ്ങളുടെ പുകഴ്ത്തൽ നീ ഒരിക്കലും ആഗ്രഹിക്കരുത്. പിന്നെയോ അവർ വിമർശിക്കുന്നതിനും നീ വല്ലാതെ പ്രാധാന്യം കൊടുക്കരുത്. അള്ളാഹുവിൻ്റെ മാർഗം കൃത്യമാണെന്നറിയുക. മുത്തറസൂലിൻ്റെ ദർശനങ്ങൾ 100% വിശുദ്ധമാണെന്നറിയുക. അതിലൂടെ മുന്നോട്ട് പോയാൽ സമ്പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തുമെന്ന് വിചാരിക്കുക. എന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മക്കളെ വളർത്തേണ്ടിടത്താണ് ഞാൻ തുടങ്ങിയത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമ്മൾ അറിയുക. മദ്രസ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, വിശുദ്ധമായ മദ്രസ, എത്ര നല്ല സംവിധാനം, എത്ര പൈസ ചെലവഴിച്ചുണ്ടാവും ഈ ഗ്രാമീണർ ഇതിനു വേണ്ടിയിട്ട്. ഇവിടെ പഠിക്കുന്നത് കുട്ടികളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടണം. അതിന് രക്ഷിതാക്കളാകുന്ന നമ്മൾ ഒന്നാമത് മാതൃകകളാവണം. രണ്ടാമത് മദ്രസ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രയോഗിക്കാൻ പറ്റും വിധം നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളെ നമ്മൾ മാറ്റണം. സിനിമ കാണരുതെന്ന് ഉസ്താദ് പഠിപ്പിച്ചു പോവുകയാണ്. കുട്ടി ആ പ്രതിജ്ഞയുമായി വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു ചുമര് മൊത്തമുള്ള സിനിമ എല്ലാവരും കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി പ്രലോഭിതയാകും. അവൾക്ക് വല്ലാതെ പിടിച്ചിക്കാൻ പറ്റൂല. തട്ടം കഴിച്ചിട്ട് പർദ്ദ ഊരിയിട്ടിട്ട് അവൾ ഇരിക്കും അവിടെ. പിന്നെ കാണുന്നത് മൊത്തം ഫെമിനിസ്റ്റുകളെയാണ്. അതനുസരിച്ച് കുട്ടി കോലം തട്ടുമ്പോൾ നമ്മളിങ്ങനെ പറയാം, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒരു അതബുമില്ല, കാക്കൻ്റെ മോന്തൊക്കെ അടിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒരു അതബുമില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിനോട് താല്പര്യമില്ല. അവർ സംഘടനയ്ക്ക് വരുന്നില്ല, അവർ പൊതുപ്രവർത്തനത്തിനില്ല, ഉണ്ടാവില്ല. മദ്രസ പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗിക്കാൻ പറ്റും വിധം നമ്മുടെ വീടിൻ്റെ പശ്ചാത്തലത്തിനെ മാറ്റണില്ലെങ്കിൽ ഈ സംഗതി വ്യർത്ഥ്യാവും, ഒരു ഉപകാരമില്ലാതാവും. എന്നിട്ട് ഇങ്ങനെ പറയാം, മദ്രസയിലെ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുത്തിട്ട് എന്താ കാര്യമെന്ന്. ഒരു കാര്യം ഉണ്ടാവില്ല. ഓലടുത്ത് ഒരു മണിക്കൂറാണ് കുട്ടീനെ കിട്ടണത്. 21 മണിക്കൂർ ഉസ്താദിൻ്റെ പുറത്താ കുട്ടിയുള്ളത്. അവർക്ക് ഉസ്താദിന് കുട്ടിയോട് എന്തെങ്കിലും പറയാൻ കുറേ പരിമിതികളുണ്ട്. മുകളിലുണ്ട് ഇങ്ങനെ പൊട്ടാൻ നിൽക്കണ് പോക്സോ. വഴക്കറിയാൻ പറ്റൂല, പുറത്താക്കാൻ പറ്റൂല. രൂക്ഷമായി നോക്കുന്നത് പോലും പോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള കേസാണ്. +1 കുട്ടിയെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ 60 കൊല്ലം ചിലപ്പോൾ തടവ് വരും, മാനം കെടും ചെയ്യും. അത് പുറത്താക്കിയതായിരിക്കും പ്രശ്നം. പക്ഷെ ബാലപീഡനം എന്നാണ് പേപ്പറിൽ വരിക, കുടുംബം തന്നെ നാറും. അതുകൊണ്ട് ഉസ്താദന്മാർക്ക് വലിയ താല്പര്യമൊന്നും അതിലങ്ങനെ ഉണ്ടാവില്ല. ഇൻ്റെ മോനങ്ങൾ എത്ര തല്ലിയാലും വേണ്ടില്ല, ഓനെ നന്നാക്കി തന്നെ എന്ന് പറഞ്ഞാൽ വാപ്പന്നെ പിന്നെ കേസ് കൊടുക്കാൻ പോകും, മോനെ തല്ലിയെന്നും പറഞ്ഞുകൊണ്ട്.
പിന്നെ അവിടെ ഇടപെടാൻ പറ്റുന്നത് നിലവിൽ രക്ഷിതാക്കളാവുന്ന നമുക്കാണ്. എവിടുന്നോ അങ്ങ് അകലിൽ നിന്ന് വന്നിട്ട് നിങ്ങളെ വഴക്കറിയാനല്ല. ഞാനും രക്ഷിതാവാണ്, നിങ്ങളൊക്കെ പോലെ മദ്രസ പഠിക്കുന്ന കുട്ടി എനിക്കുണ്ട്. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. അത് അവരെ വളർത്താൻ പറ്റും വിധം നമ്മുടെ സാഹചര്യം മാറുന്നില്ലെങ്കിൽ, വീടകം നമ്മൾ പരിവർത്തിതമാക്കുന്നില്ലെങ്കിൽ, നമ്മൾ മാതൃകകളാവണില്ലെങ്കിൽ ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മക്കളെ വളർത്തുന്നതിന് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വലിയ പ്രാധാന്യം കൊടുക്കുക. രണ്ടാമതായി ഇൽമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് മദ്രസ സദർസ്ഥാനൊക്കെ കണ്ടിട്ട് നമുക്ക് സുബൈൻ്റെ ശേഷം ഒരു ഫാത്തിഹ പഠിപ്പിക്കുന്ന പരിപാടി ഉണ്ടാക്കുക എന്ന് ആലോചിക്കുക. വെറുതെ മാലിക് യൗമിദ്ദീൻ എന്നുള്ള 4ാമത്തെ ആയത്ത് ഒഴിച്ചാൽ ബാക്കി 6 ആയത്തിലും സുലഭമാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ. ഇവിടുന്ന് വരണം ചെറുപ്പക്കാരെ, അത് 6 അക്ഷരം ഇവിടുന്ന് വരണം. നമ്മൾ ഭയങ്കര എക്സ്പേർട്ടുകളായതുകൊണ്ട് ഒക്കെ ചുണ്ടും തന്നെ വരും. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, മൊത്തം ചുണ്ടും തന്നെ വരും. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ ടൈപ്പ് ചെയ്യണത്? യെസ്, ഇനി ടി പോയിട്ടും വന്നിട്ടും പോയിട്ടും ടി പി 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 പി. ചില എക്സ്പേർട്ടാണെങ്കിൽ 10 വരലും കൊണ്ട് കീബോർഡിലൂടെ ഓടും മൂപ്പര്. നമ്മളങ്ങനെയാണ്, ഭയങ്കര ഉഷാറാണ്. നമുക്കെല്ലാം ഈ ഒരു ചുണ്ടുന്നിട്ട് വരും, അയിനും കൊയിനും ഷീനും ഒക്കെ. നിസ്കാരം എങ്ങനെ ശരിയാവുക? അതിപ്പോൾ ഒരു ഖുറാൻ്റെ ഒരു ഭയങ്കര ക്ലിഷ്ടത എന്ന് മനസ്സിലാക്കരുത്. നമ്മൾ ഡിഗ്രി ഇംഗ്ലീഷ് പഠിക്കുന്നവരൊക്കെ അല്ലേ, പ്രൊണൗൺസിയേഷൻ പഠിക്കാനായിട്ട് പേപ്പറില്ലേ, മറിച്ചിട്ട് ബാക്കിൽ പുള്ളിയൊക്കെ ഇട്ടിട്ട് എങ്ങനെ പ്രൊണൗൺസിയേഷൻ പഠിപ്പിക്കണില്ലേ? എങ്ങാനും പ്രൊണൗൺസിയേഷൻ മാറിയിട്ടുണ്ടെങ്കിൽ അർത്ഥം മാറുന്നുള്ളത് ഏത് ഭാഷയുടെയും ഒരു വിഷയമല്ലേ. അഴക് എന്നുള്ളതിന് പകരം അയക് എന്ന് പറഞ്ഞാൽ എന്തോ? അഴക് സൗന്ദര്യമാണ്. അയക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് കൂടി ചേർന്ന പൃഷ്ഠഭാഗത്തിൻ്റെ പേരാണ്. ഒരാളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ യൂസുഫ് നബിയുടെ അഴക് കണ്ടിട്ട് സുന്ദരികൾ കൈയെത്തിയറിഞ്ഞ ചെത്താതിരിക്കും. ഒരു മുത്തം മനുഷ്യൻ പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് തുണി എടുക്കാതെ വന്നാലിനെ കേൾക്കണോ മനസ്സിലാക്കുള്ളൂ. കാര്യം എന്താ? അഴകാണ്. പറയാൻ ഉദ്ദേശിച്ചത് അഴകായിരുന്നു. ഇതന്നെ അറബിൻ്റെയും പരിപാടി. അസ്തഗ്ഫിറുല്ലാ എന്ന് പറയണതിന് പകരം അസ്തഗ്ഫിറുല്ലാ പറഞ്ഞ മണ്ണിട്ട് മൂടണേന്നാണ്. അള്ളാഹു താല അഡ്ജസ്റ്റ് ചെയ്ത് സ്വീകരിക്കണോണ്ടാ, അല്ലെങ്കിൽ എന്നോ ടിപ്പർ വീണിട്ടുണ്ടാവും തലയിൽ കൂടെ. അള്ളാഹു താലയ്ക്ക് നമ്മളെ മുറാദൊക്കെ അറിയണോണ്ടേ പോട്ടേന്ന് എഴുതിയിട്ടാ, റഹ്മത്ത് വാസിയത്തായതുകൊണ്ടാണ്. അള്ളാഹു താല അത് അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ കൂടെയൊക്കെ നമ്മൾ പറഞ്ഞ ഇസ്തിഗ്ഫാർ അനുസരിച്ച് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഭാരത മനസ്സിൽ മണ്ണ് വീഴാനായിക്കുന്നു. അത് ഏത് ഭാഷയുടെയും വിഷയമാണ്. നമ്മൾ മഹ്റജൊക്കെ ഒത്ത് അയിനൊക്കെ ഇവിടുന്ന് തന്നെ വന്ന് ഷാ ഒക്കെ ഇങ്ങനെ ഈ നാവിൻ്റെ മുതുക് മേലെ ഒട്ടിയിട്ടേ ഈ ഉസ്താദുമാർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ബഹളം സഹിച്ചിട്ട് അക്ഷരമാല പഠിപ്പിക്കാൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയാമോ? എന്നിട്ടേ ഷാക്ക് ഉസ്താദ് പഠിപ്പിച്ച് വന്നതിൻ്റെ ശേഷം ഉണ്ട് എന്നാ ശരി ഇൻസാ അല്ലാ എന്നൊരു പ്രയോഗം. എന്നാ ശരി ഇൻസാ അല്ലാ. ബസ്സെന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ 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 തോലുവോ? തൃശ്ശൂർ കയറിപ്പൊക്കെ പോണ ബസ്സെന്ന് എന്നാ ശരി ഇൻസാ അല്ലാ. ഇതാണ് നമ്മുടെ ഒരു ഇൽമിനോടുള്ള താല്പര്യം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫാത്തിഹ, നമ്മുടെ അത്തഹയ്യാത്ത്, നമ്മുടെ നിസ്കാരം, ചിലരൊക്കെ സെമി അല്ലാഹു ലിമൻ ഹമിദ തന്നെ പഴയ കോളോക്കിൻ്റെ പെൻഡുലം പോലെ എങ്ങനെയാണ് ഫാൻ നിർത്തിയമാതിരി കറങ്ങിയിട്ടേ അതുകൊണ്ട് നിൽക്കുള്ളൂ. അങ്ങനെ അങ്ങനെ നിന്ന് കുറേ ആൾക്കാർക്ക് റുക്കുവിലും സുജൂദിലും ഇതൊന്നും ഉഷാറാക്കണം. റുക്കുവിൽ നിന്ന് എണീറ്റ ഒന്നെടുത്ത് തൊട്ടും, പിന്നെ ഒന്ന് സുജൂദിക്ക് പോകുമ്പോൾ ഒന്നിങ്ങോട്ട് തൊട്ടും. മൂന്ന് അനക്കം തുടർച്ചയായിട്ട് വന്ന നിസ്കാരം ഔട്ട്. എന്നിട്ട് അള്ളാഹുലിമന്നമിതാറിന് ഇങ്ങനെ കിട്ടിയ ചിലവരുണ്ട് ലോഹർക്കൊക്കെ എൻ്റെ റബ്ബെ പള്ളിയിലൊക്കെ കോട്ടാവി ഇങ്ങനെ കഞ്ഞൊടിച്ച് വന്നുകൊണ്ട് വെറുതെ നിസ്കാരത്തിൽ കോട്ടാവിടാൻ നിൽക്കരുത്. ചിലവർ കോട്ടാവി എന്ന് പറയാം, ഇങ്ങനെ ഒരു താളം കൊട്ടിയിട്ട് 2 അക്ഷരം വെളിപ്പെട്ട നിസ്കാരം ഔട്ടായി. അർത്ഥമുള്ള ഒരക്ഷരം പറഞ്ഞാൽ മതി. ഹാ എന്നൊക്കെ പറഞ്ഞാൽ അറബിയിൽ അർത്ഥമുള്ള അക്ഷര പിടിക്കൂന്ന് അതിൻ്റെ അർത്ഥം. ഹാ ഹാ പിടിക്കൂ. ഹക്കാ ഉറൂഫൽ ജരി വയ്യാമിൻ ഇല. ഈ ദർസ് പോണ മുത്താലിങ്ങൾക്കൊക്കെ അറിയാം. ഹക്കാ നീ പിടിച്ചോ എന്നാണ് അർത്ഥം. ഹാ പിടിക്കൂ എന്നർത്ഥം. അപ്പോൾ കോട്ട വീഴുമ്പോൾ ഇങ്ങനെ ഒതുക്കേണ്ടതാ. അങ്ങനെ തന്നെ ഹദീസും അങ്ങനെ തന്നെ ഹദീസിലെ അധ്യായങ്ങളും ഉണ്ട്. മിഷ്കാത്ത് പോലത്തെ കിതാബിലൊക്കെ കോട്ടാവിനെ എങ്ങനെ സമീപിക്കേണ്ടത് പറഞ്ഞിട്ടല്ല, പരമാവധി ഒതുക്കണം. കാരണം ഇബ്ലീസ് സ്വാധീനിക്കണത്. അപ്പോൾ അവനെ തോപ്പിക്കണമെങ്കിൽ പരമാവധി ഒതുക്കണം. ഇടത്തെ കൈയൊക്കെ വെച്ചിട്ട് പൊത്തണം. കോട്ടാവി വരാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെ കഴിച്ചിലാക്കണം. തുമ്മലാണ് ഒരു ഗുണകരമായ സാധനം.
പല വേസ്റ്റൊക്കെ നമ്മുടെ മൂക്കിലൂടെ പോകുമ്പോഴാണ് ഈ തുമ്മൽ വരുന്നത്. അത് തുമ്മണം. അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. കോട്ടാ വിട്ട് അഴുതില്ല വിഷയത്താറേ മറ്റവൻ്റെ പണിയെന്ന് ബോധ്യപ്പെടും നമുക്ക്. എന്നിട്ട് നിസ്കാരത്തിലാന്നറിയാല ഒരു സാഹസിൽ ഇങ്ങനെ എന്നിട്ട് ബാന്ന് പറഞ്ഞ് തുറക്കല. പണ്ട് ബാലരമയിൽ പുട്ടാലുവിൻ്റെ ഗുഹ കണ്ടേ വാന്ന് പറഞ്ഞിട്ട് അതേമാതിരി അത് ഇങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തി പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ജീലാനി ഷെയ്ഖിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് ഓർമ്മപ്പെടുത്തി. അവിടുത്തെ മാലയൊക്കെ നമുക്ക് അറിയാം. മലയാളികൾ പണ്ടേ ഷെയ്ഖ് ജീലാനിയെ പഠിച്ചത് അങ്ങനെ. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളത്തിന് ലിപി ഉണ്ടാക്കുന്നതിൻ്റെ 5 കൊല്ലം മുന്നെയെങ്കിലും മൊയ്തീമാല കേരളത്തിൽ വ്യാപകമാണ്. മലയാളത്തിൽ ആ ഈ ഉണ്ടാണീൻ്റെ മുമ്പ് ഈ സമൂഹം മൊത്തം സാക്ഷരരായിരുന്നു അറബി മലയാളം വഴി. എന്താ അതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. അന്നല്ല തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിന് ലിപി കണ്ടുപിടിച്ചിട്ടില്ല. മലയാളം സംസാര ഭാഷയായി ഇപ്പോൾ ദ്വീപില ഭാഷൻ്റെ മാതിരി നിലനിൽക്കുന്ന കാലം. അന്ന് ഈ സമൂഹം മുഴുവനും സാക്ഷരരായിരുന്നു. ആയിരക്കണക്കിന് കിതാബുകളുണ്ടായിരുന്നു, ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു, നോവലുകളുണ്ടായിരുന്നു, കവിതകളുണ്ടായിരുന്നു, പിന്നെ ഔഷധ കിതാബുകളുണ്ടായിരുന്നു. ആ സമൂഹം ബാക്കിലേക്ക് പോകാൻ പറ്റൂല എന്ന്, ഇനിയും പഠിക്കണം എന്ന്. അപ്പോൾ നമ്മുടെ നിസ്കാരം ബാത്തിലാക്കാതിരിക്കാനുള്ള മസലകളൊക്കെ ഉസ്താദ്മാരെടുത്തൊന്ന് പഠിക്കുക. നിസ്കാരത്തിന് സുന്നത്തിൻ്റെ കൂലി, ജമാഅത്തിൻ്റെ കൂലി പോകാതിരിക്കണമെന്നൊന്ന് പഠിക്കുക. എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ ഇത് ഇമാമും ഇവിടെ വെച്ചിട്ട് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ വന്നവൻ എന്താ ചെയ്യുക? അതിനൊരു തെർത്തീബുണ്ട്. ആദ്യം എന്നൊക്കെ പറയും, പിന്നെ ഒന്ന് തോണ്ടും മറ്റാണ്, പിന്നെ ഒന്നിങ്ങനെ മെല്ലെ മലിച്ചു നോക്കും. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ വേറെ പോയി നിസ്കരിക്കണവരൊക്കെ ഉണ്ട്. എന്താ അബദ്ധം? ഈ സാധു എന്താ ഇറങ്ങാത്ത എന്നറിയുമ്പോഴും തോണ്ടുമ്പോൾ ഇറങ്ങാത്ത എന്താ? ഇവൻ തെക്ബീർ പുറത്ത് വെച്ച് കെട്ടിയിട്ടല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജമാഅത്തിൻ്റെ കൂലി നഷ്ടപ്പെടും. സാധാരണ നമ്മുടെ പള്ളിയിൽ ഉണ്ടാകുന്ന ഒരു അബദ്ധമാണ്. ഒരാളിങ്ങനെ ഇമാമിക്കുന്നു, ഒരാൾ ഇവിടെ തുറന്ന് നിസ്കരിക്കുന്നു. സ്വാഭാവികം. 2 ആൾ വരുമ്പോൾ ഒരാൾ അവിടെയാണ് നിൽക്കേണ്ടത്, വലതുവശത്ത് ചേർന്നാണ് നിൽക്കേണ്ടത്. വേറൊരുത്ത വരുമ്പോൾ എന്നറിയും, തോണ്ടും, ഒരു കുപ്പായം പിടിച്ചിങ്ങനെ വലിച്ചു നോക്കും. ഇതിലൊന്നും പറ്റില്ല. പിന്നെ എന്താ കാട്ടുവൻ? ചിലവർ വേറെ പോയി തൂണുമെന്ന് നിസ്കരിക്കും. വേറെ കുറേ ആൾക്കാർ മൂപ്പര് കണക്കാക്കി ഒരു സഫ് ഏകദേശം കണ്ടാൽ അവിടെ കൈയിട്ടു, മറ്റോ ഇറങ്ങി വരട്ടെ എഴുതിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അവനെ കണ്ട അവനെ തൊണ്ടാനിക്കണത് കേട്ടിട്ട് ഇറങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി ഇറങ്ങേണ്ടത്, നിസ്കാരത്തിന് വേണ്ടിയല്ല. ഇവനിപ്പുറത്ത് വെച്ചിട്ട് കെട്ടിയാണെങ്കിൽ 2 പേരും കൂടെ ഇറങ്ങേണ്ടത് നിസ്കാരത്തിന് സഫ് കെട്ടാനാണ്. അപ്പോൾ ആ ഇറങ്ങണതിന് പോലും കൂലി കിട്ടും. മറ്റേത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ജമാഅത്തിൻ്റെ കൂലി പോകും. നമ്മൾ എത്ര ആൾ ശ്രദ്ധിക്കാനുണ്ട്? ഖത്തറിലൊരു പള്ളിയിലിരിക്കുമ്പോൾ ഭയങ്കരമായൊരു കൗതുകവും. ഞാൻ സുനിയസിൻ്റെ അവസാന പേജിൽ എഴുതിയിരുന്നു അത്. ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ കാട്ടി ഒരു വലിയ ആഫ്രിക്കക്കാരൻ വന്നിട്ട്. ഇയാൾക്ക് അതിൻ്റെ മസല അറിയാൻ തോന്നുന്നു. മൗമൂമിന് ഇറങ്ങിയില്ല, തോണ്ടിയപ്പോഴും ഇറങ്ങിയില്ല, വലിച്ചപ്പോഴും ഇറങ്ങിയില്ല. അവിടെ തന്നെ നിന്നു. കാര്യം ജമാഅത്ത് പോകാനല്ലേ, വെറുതെ പോകാൻ വേണ്ടി ഇറങ്ങാൻ പറ്റുമോ? ഈ ചങ്ങ എന്താ കാട്ടിയെന്നറിയ നിങ്ങൾ? ഇമാമിനെ പിടിച്ച് മുമ്പത്തെ സഫിക്കൂടെ വെച്ചിട്ട് ഇവൻ്റെ ഒപ്പം നിന്നാണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടം! ഞാൻ നേരിട്ട് കണ്ടതാ. ഇമാമിനെ പിടിച്ചിട്ടേ, അതാ ഞാൻ പറഞ്ഞത്, ഈ JCB പോലത്തെ ഒരു കയ്യൊക്കെ ഉള്ളൊരു ആഫ്രിക്കക്കാരൻ അങ്ങനെ പിടിച്ച് മുന്നിക്കട് വെച്ച് ഉന്തിയട് കയറ്റി. എന്നിട്ട് അയാൾ തന്നെ എന്താ അത്ഭുതപ്പെട്ടു. ഉന്തിയട് കയറ്റിയല്ലേ, ഈ പുട്ടുത്രമായിട്ട് ഒരൊറ്റ കുത്തട കുത്തുകയാണെങ്കിൽ. എന്നിട്ട് ഇപ്പോൾ അവിടെ നിന്നാണ്ട് തെക്ബീർ ഇട്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ നിസ്കാരത്തെ സമീപിക്കേണ്ടത്. എന്തുകൊണ്ടത്? മനോഹര വിദ്യ ആയതുകൊണ്ട്, ഒരു വിവരമില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മുത്തബഹിറായി ഷെയ്ഖ് ജീലാനി തങ്ങൾ, റിഫായി തങ്ങൾ, ബാക്കിയുള്ള വലിയ വലിയ പണ്ടത്തെ കിതാബുകളൊക്കെ. മുത്തബഹിർ എന്ന് പറഞ്ഞാൽ സമുദ്ര സമാനം വിജ്ഞാനം നേടിയെന്നർത്ഥം. അല്ലാതെ ഫാത്തി ഓതാൻ കഴിയാതെ ഷെയ്ഖാവുക, യാസീൻ ഓതുമ്പോൾ കുറേ തെറ്റ്, എന്നിട്ട് വലിയ തങ്ങളാകുക, ഇതൊന്നും അല്ല രീതി. ഇത് പറയാം, എനിക്ക് യാസീനൊന്നും അറിയില്ല കേട്ടോ എന്ന് പറയാത്ത കാര്യമൊന്നുമില്ല. കാരണം തെറ്റാന്ന് എല്ലാവർക്കും അറിയണ്ടല്ലോ. പിന്നെ എനിക്ക് യാസീൻ അറിയുമെന്ന് അറിയാൻ പറ്റുമോ? ഇങ്ങനെയൊന്നുമല്ല ഷെയ്ഖന്മാരെന്ന് മനസ്സിലാക്കുക. ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം ശരീഅത്താണ്. ശരീഅത്തിലൂടെയാണ് തരീഖത്തിലേക്ക് എത്തേണ്ടത്. അതിൻ്റെ രണ്ടിൻ്റെയും പൂർണ്ണതയിലാണ് ഹഖീഖത്തിലേക്ക് എത്തുക. അതാണ് ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന മാർഗം. നമ്മൾ ജീലാനി തങ്ങളെ പഠിക്കുകയും അവിടുത്തെ ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്ത് ഇരുലോകത്തും വിജയിക്കുന്ന നല്ല മുത്തീഖീങ്ങളായി മാറാൻ നമുക്ക് കഴിയണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സംഗമത്തെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ ഷെയ്ഖ് ജീലാനി തങ്ങളോടൊപ്പം, റിഫായി ഷെയ്ഖിനോടൊപ്പം, ഈ വേദിയിൽ നമ്മൾ പരാമർശിച്ച വിവിധ മഹാന്മാരോടൊപ്പം പടച്ച റബ്ബ് നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. നമ്മുടെ മക്കളെ ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹു സമ്പൂർണ്ണമായി വിജയിപ്പിക്കട്ടെ. പലവിധ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. പടച്ച റബ്ബേ, നീ ഹെഫ്ള് വർദ്ധിപ്പിക്കണേ തമ്പുരാനെ, അഖലും ഫഹമും വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. നിൻ്റെ ദീനിൻ്റെ ഇസ്സത്ത് കാക്കുന്ന നല്ല ദീനീ പോരാളികളായി അവരെ നീ വളർത്തണേ റഹ്മാനെ.
ഞങ്ങളുടെ മക്കൾ പരമ്പരയിൽ, വിദ്യാർത്ഥി പരമ്പരയിൽ ഖിയാമത്ത് നാൾ വരെ ഒരൊറ്റ കണ്ണിയെയും നീ മുബ്തദിയാക്കരുത് റഹ്മാനെ.